അസ്സലാമലൈക്കും, നമസ്കാരം. മറ്റൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടിന്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത്. നമ്മുടെ ഈ മനോഹരമായ വീട് വന്നിട്ട് മലപ്പുറം ജില്ലയിലെ തിരൂര് പെരുന്തല്ലൂരുള്ള റാഫി ഫാത്തിമ ദമ്പതികളുടെ വീടാണ്. ഏകദേശം 1200 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടി വരുന്ന ഈ വീട് വളരെ ഒതുങ്ങിയ രീതിയിൽ ഏതൊരു സാധാരണക്കാരനും നിർമ്മിക്കാൻ കഴിയുന്ന തരത്തിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്സ്. ഏതൊരു സാധാരണക്കാരന്റെയും സ്വപ്നത്തിനനുസരിച്ച് വളരെ ഒതുങ്ങിയ ബഡ്ജറ്റിൽ ഒത്തിരി മനോഹരമായി നിർമ്മിച്ച ഒരു കുഞ്ഞു വീടാണ് കേട്ടോ ഇത്. വീടിന്റെ എക്സ്റ്റീരിയർ ലുക്ക് നിങ്ങൾ കണ്ടില്ലേ? വളരെ ഒതുങ്ങിയ രീതിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഏകദേശം 7.5 സെന്റ് പ്ലോട്ടിലാണ് കേട്ടോ നമ്മുടെ ഈ വീട് നിൽക്കുന്നത്. 1200 സ്ക്വയർ ഫീറ്റിൽ താഴെ 2 ബെഡ്റൂമും മുകളിൽ വെറും 1 ബെഡ്റൂമും മാത്രമായിട്ടാണ് കേട്ടോ വീട് വരുന്നത്. എക്സ്റ്റീരിയർ ഇതേ സിമ്പിൾ ആയിട്ട് കാര്യമായിട്ട് എടുത്തു പറയത്തക്ക രീതിയിൽ ഡിസൈൻ ഒന്നും വരുന്നില്ല കേട്ടോ. അവിടെ ആ മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ കട്ടിങ് വരുന്നുണ്ട്. അവിടെ തന്നെ അതേ ബോർഡേഴ്സിനൊന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിൽ പെയിന്റിങ്ങും കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്റ്റീരിയർ അല്ലേ? ഇനിയിപ്പോൾ നമ്മുടെ വീടിന്റെ ഇടതുവശത്തായിട്ട് സിറ്റ് ഔട്ടിനോട് ചേർന്ന് തന്നെ നമുക്ക് ബൈക്കൊക്കെ നിർത്തിയിടാവുന്ന രീതിക്ക് ഒരു കുഞ്ഞു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതേ നമ്മുടെ സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ദാ നീളത്തിൽ വലിയൊരു സ്റ്റെപ്പ് വരുന്നുണ്ട് കേട്ടോ. അതിലായിട്ട് ഒരു കുഞ്ഞു സ്റ്റെപ്പും കൊടുത്തിട്ടുണ്ട്. ആ ഒരു വലിയ സ്റ്റെപ്പിന്റെ ബേസിലായിട്ട് നോക്കുകയാണെങ്കിൽ മാറ്റ് ആയിട്ടുള്ള ഒരു ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ദേ ഇവിടെ പില്ലേഴ്സിലായിട്ടും ആ ഒരു സൈഡിലെ വോളിലൊക്കെ ആയിട്ട് ക്ലാഡ് ടൈലാണ് വരുന്നത്. ഈ ഒരു ഭാഗത്ത് ദേ ഒരു പരഗോള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂടാതെ വീടിന്റെ മൊത്തത്തിൽ ഇതേ എക്സ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. 386, 188 സൈസിൽ വരുന്ന നമ്മുടെ ഈ ഒരു സിറ്റ് ഔട്ടിൽ ഇത് ഈ ഒരു ഭാഗത്തായിട്ട് എൽ ഷേപ്പിൽ സിറ്റിംഗ് ഏരിയ വരുന്നുണ്ട്. ബേസിലായിട്ട് നോക്കുകയാണെങ്കിൽ നാനോ വൈറ്റിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ വരുന്നത്. അത് വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. കൂടാതെ ദേ ഇവിടെ ഇരിക്കാനായിട്ട് നോക്കുകയാണെങ്കിൽ വുഡിന്റെ 2 വലിയ ചെയേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ പൊതുവേ കാണുന്നതിൽ നിന്നും ഒരു വെറൈറ്റി ഡിസൈനിലാണ് കേട്ടോ ഈ ചെയർ വരുന്നത്. ഒരു ചെയറിന് 2800 രൂപയാണ് കേട്ടോ ആയിട്ടുള്ളത്. ഇനി അവിടെ ദേ ബാക്ക് വോളായിട്ട് നോക്കുകയാണെങ്കിൽ 2 സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട്. കൂടാതെ ദേ ഒരു വോൾ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ ദേ നമ്മുടെ മെയിൻ ഡോറിലേക്ക് വരുമ്പോൾ 4.25 വരുന്ന വുഡിന്റെ ഡബിൾ ഡോർ ആണ് കേട്ടോ. പ്ലാവിന്റെ വുഡിലാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. സ്റ്റീലിന്റെ 2 ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു അറബിക് ഫ്രെയിം കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ദേ നമ്മുടെ അകത്തെ വിശേഷങ്ങളൊക്കെ നോക്കിയാലോ. നമ്മളിതേ അകത്തേക്ക് കയറി വരുമ്പോഴന്നെ 551, 313 സൈസിൽ അത്യാവശ്യം വലിയൊരു ഹോളാണ് കേട്ടോ വരുന്നത്. ഇവിടെ ഫ്ലോറിലായിട്ട് ഇതേ നല്ല ഭംഗിയിൽ മാർബണേറ്റ് ആണ് വിരിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഈ വീടിന്റെ ഹൗസ് വാമിങ് കഴിഞ്ഞ പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മുടെ ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ ഇവിടെ സെറ്റായി വരുന്നേ ഉള്ളൂ. ഇവിടെ നമ്മുടെ ഈ ഹോളിൽ സോഫ അറേഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ അതേ നല്ല അടിപൊളിയായിട്ട് ഒരു ഡൈനിങ് ടേബിൾ വരുന്നുണ്ട്. 6 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് അറേഞ്ച്മെന്റ്സ്. നല്ല ക്വാളിറ്റിയിൽ വരുന്നൊക്കെ ചെയറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. 28,000 രൂപയാണ് ഈ ഒരു സെറ്റിനായിട്ടുള്ളത്. ഇവിടത്തെ വെന്റിലേഷന് വേണ്ടി വിൻഡോസ് ഒക്കെ വരുന്നുണ്ട്. കർട്ടൻസ് കൊടുത്തിട്ടില്ല കേട്ടോ. സീലിംഗ് സിമ്പിൾ ആണ്. ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ ദേ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് സ്റ്റെയർ വരുന്നുണ്ട്. അതിന് ബാക്കിലായിട്ട് ദേ ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് കേട്ടോ ഒരു ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അവിടുന്ന് നമ്മൾ ദേ ഇനി ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് ദേ 2ാമത്തെ ബെഡ്റൂം വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് തന്നെ നമ്മുടെ കിച്ചണും കാണാം. അപ്പൊ ഇനി നമ്മൾ ഇതേ നമ്മുടെ വാഷ് ഏരിയ നോക്കുകയാണെങ്കിൽ ഡോർ തുറന്ന് കയറി വരുമ്പോഴേ കാണാൻ പറ്റുന്ന തരത്തിൽ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ബാക്കിലായിട്ട് വുഡൻ ലവേഴ്സ് ഡിസൈൻ വരുന്നുണ്ട്. ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സർക്കിൾ മിറർ ആണ് കേട്ടോ വരുന്നത്. ഇനിയിപ്പോൾ അതേ താഴേക്ക് വരുമ്പോൾ ടോപ്പിലായിട്ട് നാനോ വൈറ്റ് ആണ് വരുന്നത്. അതിന് മാച്ച് ആവുന്ന തരത്തിൽ അടിപൊളിയായിട്ട് ഒരു വാഷ് ബേസിനും താഴെ ഇതേ സ്റ്റോറേജും വരുന്നുണ്ട്. ഇനി നമുക്കിതേ നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം നോക്കല്ലേ. 323, 341 സൈസിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റൂമാണ് കേട്ടോ. ഇവിടെ ദേ ഒരു വുഡിന്റെ ഫാമിലി റെഡിമെയ്ഡ് കോട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 2 വശത്തായിട്ട് നോക്കിയാലും വിൻഡോസ് വരുന്നുണ്ട്. കർട്ടൻസ് ഒന്നും കൊടുത്തിട്ടില്ല. വളരെ സിമ്പിൾ ആയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റൂമാണ് കേട്ടോ. ഇനി നമ്മുടെ കോട്ടിന് ഓപ്പോസിറ്റ് ആയിട്ട് ദേ ഇവിടെ വാർഡ്രോബിന്റെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ ആയിട്ട് ഒരു റെഡിമെയ്ഡ് വാർഡ്രോബാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ റൂമിലായിട്ട് നോക്കിയ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. 193, 130 സൈസിൽ വരുന്ന ഈ ബാത്റൂമിൽ ഇതേ നല്ല അടിപൊളിയായിട്ട് ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട്.
ഇനി നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ 298, 293 സൈസിൽ ഒരു കുഞ്ഞു ബെഡ്റൂമാണ് കേട്ടോ. ഇവിടെ ഈ ഭാഗത്തായിട്ട് വുഡിൻ്റെ ഫാമിലി റെഡിമെയ്ഡ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ വിൻഡോസിലൊക്കെ ആയിട്ടും കർട്ടൻസ് കൊടുത്തിട്ടില്ല കേട്ടോ. വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ വരുന്നത്. ഈ റൂമിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. 153, 151 സൈസിലാണ് വരുന്നത്. ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചൺ നോക്കല്ലേ. കിച്ചന്റെ ഡോറ് വന്നിട്ട് വുഡിൽ ഇതുപോലൊരു സിമ്പിൾ ആയിട്ട് ഒരു ഗ്ലാസ് ഡിസൈൻ വരുന്ന ഡോറാണേ. 313, 318 സൈസിലാണ് കേട്ടോ നമ്മുടെ കിച്ചൺ വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നല്ല ഭംഗിയിലാണ് കേട്ടോ നമ്മുടെ കിച്ചന്റെ സെറ്റിംഗ്സ് വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജിന്റെ സ്പേസ് വരുന്നുണ്ട്. അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ എൽ ഷേപ്പിലായിട്ട് ഒരു റാക്ക് വരുന്നുണ്ട് കേട്ടോ. റാക്കിന്റെ ബേസിലായിട്ട് നാനോ വൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഈ ഒരു റാക്കിലായിട്ട് തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റൗവും അതുപോലെ തന്നെ ഈ ഒരു അരികിലായിട്ട് തന്നെ നമ്മുടെ സിങ്കിന്റെ സ്പേസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല നീറ്റ് ആയിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വെന്റിലേഷൻ വേണ്ടിയിട്ട് ഒരു 3 ഡോർ വിൻഡോ വരുന്നുണ്ട്. നമ്മുടെ കിച്ചണ് സ്റ്റോറേജിന് ഒത്തിരി പ്രാധാന്യം കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മുടെ റാക്കിന് താഴെയായിട്ടും മുകളിലായിട്ടൊക്കെ ഇതുപോലെ ഓപ്പൺ ആയിട്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് കേട്ടോ. കബോർഡ് വർക്ക്സും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാവൂലേ. പിന്നെ നമ്മുടെ ഈ കിച്ചന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മൊത്തത്തിൽ ടൈലൊക്കെ വന്നിട്ട് വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ നല്ല പ്രത്യേക ഒരു ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. മാത്രല്ല ഇതുപോലെ മൊത്തത്തിൽ വൈറ്റ് കളറിൽ വരുന്ന സമയത്ത് നല്ലോണം സ്പേസ് തോന്നിക്കുകയും ചെയ്യും. ഇനി നമ്മുടെ ഈ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട്. 188, 311 സൈസിലാണ് കേട്ടോ വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ നല്ല ഭംഗിയിലാണ്. ഫ്ലോറിലായിട്ട് ഒരു മാറ്റ് ഫിനിഷ് ടൈൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നീളത്തിൽ ഒരു റാക്ക് കാണാം. റാക്കിന് ബേസിലായിട്ട് ഇവിടെ ഗ്രാനൈറ്റ് ആണ് കേട്ടോ. ഈ റാക്കിലായിട്ട് സിങ്ക് വരുന്നുണ്ട്. അവിടെ ഒരു വെള്ളം പുറത്തേക്ക് എടുക്കാത്ത രീതിക്ക് നല്ല ഭംഗിയിലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. താഴെയായിട്ട് കബോർഡ് വരുന്നില്ല. ഇവിടെ വെന്റിലേഷന് വേണ്ടിയിട്ട് റെയിലിംഗ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മൾ അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ അത്യാവശ്യം വലിയൊരു അടുപ്പാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. താഴെയായിട്ട് വിറക് വെക്കാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ അവിടുന്ന് നമ്മൾ ഇനി ഈ ഒരു ഭാഗത്തെ വോളായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിൽ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഒരു ഷോക്കേസും ചെയ്തിട്ടുണ്ട്. ഈ കിച്ചണിലായിട്ട് സ്റ്റോർ റൂം വരുന്നില്ല കേട്ടോ. പകരം നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് വലിയൊരു സ്റ്റോറേജ് സ്പേസ് ചെയ്തിട്ടുണ്ട്. ഇതിനും നമ്മുടെ കബോർഡൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഒരു സ്റ്റോർ റൂം ആക്കി മാറ്റാം അല്ലേ. ശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റെയർ നോക്കുകയാണെങ്കിൽ ഫ്ലോറിലായിട്ട് വുഡൻ ടൈപ്പ് ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഹാൻഡ് റെയിലിംഗ് വന്നിട്ട് GI ബ്ലാക്ക് ആൻഡ് വുഡ് തീമിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ ഇവിടെ ലാൻഡിങ്ങിലായിട്ട് ഒരു കുഞ്ഞു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ആ ഒരു വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഉള്ളിലേക്ക് പ്രകാശം കിട്ടുന്ന രീതിക്കും കൂടാതെ നമ്മൾ താഴെ നിന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളിയാകുന്ന രീതിക്ക് ഒരു പരഗോള ഗ്ലാസ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിലായിട്ട് മൾട്ടിപ്പിൾ കളേഴ്സ് ലൈറ്റ് ഒക്കെ ആണ് കേട്ടോ വരുന്നത്. ഇവിടെ മുകളിൽ ജസ്റ്റ് ഒരു ബെഡ്റൂമും ഒരു ബാത്റൂമും മാത്രമാണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിനുള്ളൊരു പാസേജ് സ്പേസും ആണ് അവിടെ വരുന്നത്. ശേഷം വളരെ സിമ്പിൾ ആയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഡിസൈൻ ചെയ്ത ഒരു ബെഡ്റൂമിലേക്കാണ് കേട്ടോ വരുന്നത്. ഇവിടെ ഒരു വുഡിന്റെ ഫാമിലി റെഡിമെയ്ഡ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ വിൻഡോസിലായിട്ട് നോക്കുകയാണെങ്കിൽ കർട്ടൻസ് കൊടുത്തിട്ടില്ല കേട്ടോ. ഇവിടെ വോളിലായിട്ട് നോക്കിയാൽ ഇതുപോലെ സിമ്പിൾ ആയിട്ട് ഒരു വോൾ ഡെക്കറും ചെയ്തിട്ടുണ്ട്. ഇവിടെ മുകളിലത്തെ റൂമിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നില്ലേ. അത്യാവശ്യം വലിയൊരു സ്പേസിൽ നല്ല സൗകര്യത്തിലാണ് കേട്ടോ ഈ ബാത്റൂം ചെയ്തിട്ടുള്ളത്. അപ്പൊ ഏതൊരു സാധാരണക്കാരനും നിർമ്മിക്കാൻ കഴിയുന്ന തരത്തിൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വളരെ ഒതുങ്ങിയ രീതിയിൽ ഡിസൈൻ ഒക്കെ വരുന്ന നമ്മുടെ ഈ വീട് പണിയിപ്പിക്കാൻ ടോട്ടൽ ആയിട്ടുള്ളത് ഏകദേശം ഒരു 25 ലക്ഷം രൂപയ്ക്കാണ് കേട്ടോ. അപ്പൊ ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിന്റെ പ്ലാൻ ആവശ്യക്കാർക്ക് വേണ്ടിയിട്ട് നമ്മളിത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വലിയ രീതിക്ക് ആഡംബരങ്ങളോ ഡിസൈനുകളോ ഒന്നും സ്വപ്നം കാണാതെ ഒരു കുഞ്ഞു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ എന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.